തനിക്കൊക്കെ ഒരു പെണ്ണ് കെട്ടിക്കൂടറോ എന്നുള്ള ചോദ്യം കേട്ട് മടുത്തിരിക്കുകയാണോ നിങ്ങൾ? അതുപോലെ തന്നെ എന്താണ് കല്യാണം ആവാത്തെ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സ് മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പെട്ടെന്ന് തന്നെ ഒരു കല്യാണം സെറ്റാക്കി ഒരു ലൈഫ് പാർട്ണറെ കണ്ടെത്തുക, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ പേര് സനൽ, ഞാൻ SKN മാട്രിമോണിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ നമ്മൾ എന്തൊക്കെയാണ് ഒരു ഫോർ ഗെറ്റിംഗ് മാരീഡ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ പാർട്ടും കാണുക എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കല്യാണം നോക്കുന്ന ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെൽ ഗ്രൂംഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു നല്ല ഈ ഒരു ലുക്കാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഈ ഒരു ലുക്കിലേക്ക് എത്തിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുടിയും താടിയൊക്കെ ഒന്ന് ഷേവ് ഒക്കെ ചെയ്ത് നല്ല കട്ടൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിപ്പോൾ നോ മാറ്റർ വാട്ട് ഓവർ യുവർ കളർ ഈസ്, നിങ്ങളുടെ കളർ ഏതാണെന്നുണ്ടെങ്കിലും അതൊന്നും ഇതിനെ ബാധകമല്ല. നിങ്ങൾ വെൽ ഗ്രൂംഡ് ആണെന്നുണ്ടെങ്കിൽ അത് ലേഡീസിൻ്റെ മുമ്പിലാണെന്നുണ്ടെങ്കിലും ഒരാളുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും അതൊരു വലിയ ഇമ്പ്രഷനാണ്. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. കല്യാണം നോക്കി തുടങ്ങും അല്ലെങ്കിൽ അത് ഡെയിലി റൂട്ടീനിൽ വരേണ്ട ഒരു കാര്യമാണ്. അതില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഈ ഒരു കല്യാണം നോക്കുന്ന സമയത്തെങ്കിലും നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ ക്വാളിറ്റി ഈ സെൽഫിയും വെറുതെ ഫോണിൽ വെറുതെ ഒന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്ത് മാട്രിമോണിയൽ സൈറ്റിൽ ഇടാതെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ വെൽ ഗ്രൂം ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല പ്രോപ്പറായിട്ടുള്ള വേഷത്തിൽ ഒന്ന് രണ്ട് അകലെന്നുള്ള പിക്ചേഴ്സ്, ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് എടുത്ത് സൂക്ഷിക്കുക. അത് നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വേണ്ടി വരും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ പയ്യൻ്റെ ഫോട്ടോ നോക്കിയാൽ അറിയാം. ഇതൊരു എന്താ പറയുക, ഒരു ഡീസൻറ്റ് ലുക്കിംഗ് ആണ്. അത് സെൽഫി മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് മാത്രം യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഫോണിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നല്ല നല്ല ഫോട്ടോഗ്രാഫി സ്കില്ലുള്ള ആരെ കൊണ്ടെങ്കിലും എടുപ്പിച്ച് നല്ല ക്യാമറയിൽ എടുത്ത് ആ ഒരു ക്വാളിറ്റിയിൽ മിനിമം ഈ ഒരു ക്വാളിറ്റിയിലെങ്കിലും പിക്ചർ വരണം. അത് നിങ്ങളുടെ മസ്റ്റായിട്ടുള്ള വേണം. അങ്ങനത്തെ ഒരു 5 പിക്ചേഴ്സ് എങ്കിലും വേണം നിങ്ങളുടെ കയ്യിൽ. ഓക്കെ. ഇനി ക്രിയേറ്റ് എ ബയോഡാറ്റ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ. ബയോഡാറ്റ എന്ന് പറയുന്നത് വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതല്ല നമ്മളിപ്പോൾ ഒരു കല്യാണ ബയോഡാറ്റ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ജസ്റ്റ് പേപ്പറിൽ പേര്, ഹൈറ്റ്, നാള്, നക്ഷത്രം അതൊക്കെ എഴുതി. അതൊക്കെ വളരെ ഓൾഡ് മെത്തേഡാണ്. അത് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലുള്ള ആ ഈ ഈ ഒരു എക്സാമ്പിൾ ഈ രീതിയിലേക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനകത്തൊരു പിക്ചറൊക്കെ ആഡ് ചെയ്ത് കളർ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് നിങ്ങളുടെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഈ കാര്യത്തിന് ഇറങ്ങാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാട്രിമോണിയൽ വെബ്സൈറ്റ്. പക്ഷേ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് ഒരു 40% സാധ്യതയ്ക്ക് നമുക്ക് കല്യാണം നടക്കാനായിട്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, അത് അതിനുള്ള അവൈലബിലിറ്റി ഉള്ളൂ. അത്രയും പ്രൊഫൈൽസ് നമ്മൾ ഒരുപാട് ചൂസ് ചെയ്യൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയും പ്രൊഫൈൽസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളുടെ പ്രൊഫഷൻ, ഇത് നമ്മളുടെ ഹൈറ്റ്, വെയിറ്റ്, അതിനേക്കാൾ ഉപരി നമ്മുടെ ജോലി നമ്മുടെ ഇൻകം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായി പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു പ്രൈവറ്റ് ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഈ മാട്രിമോണിയൽ സൈറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് അത് പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇതില്ലാന്നുണ്ടെങ്കിൽ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് മാത്രം കിട്ടുന്നത്, നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻ ഉള്ളപ്പോൾ മാട്രിമോണിയൽ സൈറ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അതിനകത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ എന്നിരുന്നാൽ പോലും വലിയൊരു ശതമാനം മാട്രിമോണിയൽ വെബ്സൈറ്റ് ത്രൂ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ത്രൂ നടക്കുന്നുണ്ട്. അതും നിങ്ങൾ സൈമിൾട്ടേനിയസ്ലി ഇത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ പല പല മാട്രിമോണിയൽ വെബ്സൈറ്റ്, അപ്പോൾ അതിനകത്ത് ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ നോക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കണ്ടെത്തി നിങ്ങൾക്ക് അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അത് പെയ്ഡ് മെമ്പർഷിപ്പോ ഫ്രീ മെമ്പർഷിപ്പോ എടുക്കാം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ SKN മാട്രിമോണിയുടെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺടാക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ്, അതായത് ഫീമെയിൽസിനാണ് കൂടുതൽ ബെനിഫിറ്റ് വരുന്നത്. ഫീമെയിൽസിന് മെയിൽസിൻ്റെ ഒരുപാട് കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ജസ്റ്റ് രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അത് കൂടാതെ പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നമ്മുടെ പെയ്ഡ് മെമ്പർഷിപ്പ് വളരെ ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. ജസ്റ്റ് 499 ലൈഫ് ടൈം മെമ്പർഷിപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. കല്യാണം കഴിയുന്നവരാണ് വാലിഡിറ്റി. മന്ത്ലി വേറെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും അടക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നിരുന്നാൽ പോലും വേറെയും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് മാട്രിമോണീസ് ഉണ്ട്.
SKN മാട്രിമോണി എല്ലാ കാറ്റഗറിക്കുള്ളതാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾക്കൊരു സ്പെസിഫിക് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മാട്രിമോണിയിലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം ജോയിൻ ചെയ്തിരിക്കുക എന്നുള്ളതാണ് അടുത്ത എൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. പക്ഷെ അതിനകത്ത് നമുക്കൊരു 40% ചാൻസ് ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ. പിന്നീട് നമുക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടുകാർ ഒരാളെ കണ്ടെത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ സ്വയമായിട്ട് കണ്ടെത്തുന്ന ഒരു പ്രവണതയിലേക്ക് വന്നിട്ടുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ പരസ്പരം മനസ്സിലാക്കി അവരോടൊന്ന് ജസ്റ്റ് ചാറ്റൊക്കെ ചെയ്ത് സംസാരിച്ചതിന് ശേഷം കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു ഒരു കണ്ട് സംസാരിച്ച് നേരിട്ട് കണ്ട് സംസാരിച്ച് കല്യാണം നടത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കുറച്ച് ആപ്ലിക്കേഷൻസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ 3 ആപ്ലിക്കേഷൻസ് ടിൻഡർ, ബമ്പിൾ, ഹിഞ്ച്, ഇത് പൊതുവേ നമ്മൾ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാലും ഒരുപാട് ആൾക്കാർ ഇത് മാട്രിമോണിയൽ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ലുക്കിംഗ് ഫോർ എ ലൈഫ് പാർട്ട്ണർ എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാട്രിമോണിയൽ പർപ്പസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ആപ്ലിക്കേഷൻസിലൊക്കെ ഒരുപാട് ഫ്രീ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മാട്രിമോണിയൽ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതെൻ്റെ സജഷനാണ്. സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ പാരൻസ് ഒക്കെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഈസ് എവറിത്തിങ് എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ആളുകളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മകൻ ഇതാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇന്ന കമ്പനിയിൽ മാനേജറാണ് എന്ന ആ ഒരു കോൺഫിഡൻസ് നമുക്ക് നമ്മളുടെ ഡ്രസ്സിങ്ങിലും നമ്മളൊരാട് സംസാരിക്കുമ്പോഴും ഇത് മസ്റ്റായിട്ടും വേണം എന്നുള്ളതാണ് എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഇമ്പ്രഷൻ എത്തിക്കാനും അതിലൂടെ നമുക്ക് കല്യാണത്തിലേക്കുള്ള സംസാരങ്ങളിലേക്ക് കൊണ്ടുവരാനും എല്ലാം നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റാക്കണം, നമ്മുടെ ഡ്രസ്സിങ് സെറ്റാക്കണം, നമ്മുടെ സ്റ്റൈൽ സെറ്റാക്കണം. ഇത്രയും കാര്യങ്ങളും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളല്ലാതെ നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് ഇത്രയും ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് വന്നേക്കാം. എന്നാലും ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ ഹെൽപ്പിനകത്ത് വാങ്ങിക്കാവുന്നതാണ്. പാരൻസിൻ്റെ അടുത്ത് നമുക്ക് പത്രത്തിലും അതിനകത്തൊക്കെ വരുന്ന നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറയുന്നതാണ്. അവരെ ആ കാര്യം ഏൽപ്പിക്കാം. പിന്നെ അവരുടെ അടുത്ത് റിലേറ്റീവ്സിൻ്റെ അടുത്ത് അന്വേഷിക്കാനായിട്ട് പറയാം. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബ്രോക്കേഴ്സിനൊക്കെ ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ പോലും നല്ല നല്ല കണക്ഷൻസ് അവർക്ക് ഉണ്ടാവാം. നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഉപരിയായിട്ട് അവർക്ക് ആ ഒരു മാർക്കറ്റിലെ ട്രെൻഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. കൂടാതെ പേഴ്സണൽ അസിസ്റ്റൻസ് പല മാട്രിമോണിയലിലും പേഴ്സണൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണൽ അസിസ്റ്റൻസ് നിങ്ങൾക്ക് സീക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കല്യാണം സെറ്റ് ആവാം. അപ്പോൾ സാധാരണ ഒരാൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മാട്രിമോണിയൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മാട്രിമോണിയൽ വെബ്സൈറ്റിൽ മാത്രം ഇട്ടുകൊണ്ട് കല്യാണം തനിയെ ആയിക്കോളും എന്നുള്ള ചിന്താഗതിയുണ്ട്. അത് ടോട്ടലി മാറ്റണം. നിങ്ങൾ മാറ്റിയിട്ട് ഈ എല്ലാ മെത്തേഡും നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ SKN മാട്രിമോണിക്ക് ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻസ് സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ട്രെയിനിങ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല പങ്കാളിയെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സൈനിങ് ഓഫ് SKN മാട്രിമോണി. കൂടുതൽ നമ്മുടെ മാട്രിമോണിയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് www.sknmatrimony.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.